എനിക്ക് വീഡിയോ ഇടാനൊന്നും തീരെ താല്പര്യമില്ലാത്തൊരവസ്ഥയിലായി. കാരണം എന്താണെന്ന് അറിഞ്ഞൂടാ, നമ്മുടെ വ്യൂസും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വന്നപ്പോൾ. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി വാച്ച് അവർ ഇങ്ങനെ റെഡ്യൂസായി വന്നപ്പോൾ, സബ്സ്ക്രൈബേഴ്സ് കൂടിയാലും നമ്മുടെ വാച്ച് അവർ ഇങ്ങനെ കുറഞ്ഞു വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു ചടപ്പ് തോന്നി. അപ്പോൾ ഞാൻ വീഡിയോ ഇടലും ബ്രാൻഡ് സെയിലും എല്ലാം നിർത്തി വെച്ചു കേട്ടോ. കാരണം എനിക്ക് പിന്നെ ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു യൂട്യൂബറൊക്കെ എന്നെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞു, നമ്മൾ റെഗുലർലി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് കയറി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയും കുറേ ബ്രേക്ക് എടുത്തു. അപ്പോൾ പിന്നെ യൂട്യൂബിൽ വീഡിയോ ഇടുകയെന്ന് പറഞ്ഞാൽ പലർക്കും ഒരു ധാരണ ഉണ്ട്, വീഡിയോ ഇടൽ ഇപ്പം അത്ര വലിയ പരിപാടിയൊന്നും ഇല്ലല്ലോ, ഒരു ഫോൺ ഉണ്ടായി കഴിഞ്ഞാൽ വീഡിയോ എടുത്ത് അങ്ങോട്ട് അപ്ലോഡ് ചെയ്താൽ തന്നെ സബ്സ്ക്രൈബേഴ്സും റീച്ചും എല്ലാം താനെ വരുമല്ലോ. അങ്ങനെയുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ വളരെ തെറ്റായിട്ട് ധാരണയാണ് കേട്ടോ അത്. അങ്ങനെയല്ല, യൂട്യൂബിലൊക്കെ റെഗുലറായിട്ട് ഏതൊരു ജോലി പോലെ തന്നെ നമ്മൾ അത് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ആക്കി കൊണ്ടുപോയാൽ തന്നെ ഉള്ളൂ നമ്മുടെ യൂട്യൂബായാലും ഇനിയിപ്പോൾ ഏത് മേഖല ആയാലും സക്സസ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഞാൻ എന്നിങ്ങനെ വിചാരിക്കും വീഡിയോ എടുത്താലോ എന്ന്. അപ്പോൾ മിനിയാന്ന് ഇന്നൊരു ഇതിലുള്ളൊരു ചേച്ചി വിളിച്ചിട്ട്, യൂട്യൂബിലുള്ള വേറെ വീഡിയോ ചെയ്യണൊരു ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, എന്താ വീഡിയോ ഇടാത്തത്, വീഡിയോ ഇടണം, അങ്ങനെ വീഡിയോ ഇട്ടാലുള്ള നമ്മളെ ഇതൊക്കെ കയറി വരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്കും തോന്നി എന്നാൽ പിന്നെ വീഡിയോ ഇടാൻ സ്റ്റാർട്ട് ചെയ്യുക, അപ്പോഴും ഓരോ വീഡിയോ ഒക്കെ ഇട്ടാൽ മതിയല്ലോ എന്ന്. പക്ഷെ അപ്പോഴും ഇട്ടാൽ പോരാ, റെഗുലറായിട്ടൊരു വീഡിയോ ഇടണം കേട്ടോ. പിന്നെ കണ്ടൻറ്റ് നമ്മൾ കുറേ ചെടികളൊന്നും സെയിലാക്കാനുണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ അടുത്തുള്ള ചെടികളാണ് ഞാൻ സെയിൽ ചെയ്യൽ. അപ്പോൾ കുറച്ച് ചെടികളൊക്കെ ഇറക്കി സെയിലാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ പ്ലാനും കാര്യങ്ങളും നടക്കാത്തപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ എന്താ ഇപ്പോൾ യൂട്യൂബിൽ ഇടാനിപ്പോൾ എന്താ ഉള്ളത്, ചെടികളൊക്കെ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു, ഇനി കുറേ തൈകളൊക്കെ ആയി വന്നിട്ട് വേണം. അപ്പോൾ ഞാനിങ്ങനെ അപ്പോൾ എല്ലാം കൊണ്ടും ഞാൻ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒന്നിനൊന്നും ഒരു മനസ്സ് വരാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പം എന്തായാലും മാഷാല്ലാ ഇപ്പോൾ വീഡിയോ ഇടണമൊക്കെ ഒരു ആഗ്രഹമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇതിപ്പം നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഇങ്ങനെ നമ്മൾ വീഡിയോ ഇട്ടോളം വലിയ ആവശ്യമൊന്നും ഉണ്ടാവില്ല. അമ്മക്കാണല്ലോ ആവശ്യം ഉണ്ടാവേണ്ടത്, നമ്മളാണല്ലോ ആവശ്യക്കാർ. അപ്പോൾ ചെടീൻ്റെ കയ്യിലുള്ള ചെടികളൊക്കെ സെയിലിടുമ്പോൾ ആവശ്യമുള്ളവരൊക്കെ പിന്നെ പ്ലാന്റിന് ഓർഡറൊക്കെ ആക്കാറുണ്ട്, ഇങ്ങനെ അയച്ചു കൊടുക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കൊരു മാസം തന്നെ ചെടി വിറ്റാണ്ട് ഒരു 1000-1500 രൂപയ്ക്ക് ഏൺ ചെയ്യാൻ പറ്റലുണ്ട്. ഈ 1500 രൂപ ചില ആൾക്കാർക്ക് ചെറിയ എമൗണ്ട് ആയാലും നമ്മളെ സംബന്ധിച്ചിട്ട് വലിയൊരു എമൗണ്ട് തന്നെയാണ്. കാരണം ഞാൻ വീട്ടിൽ ഇരുന്നിട്ടാണ് ചെയ്യണത്, പിന്നെ പുറത്തുനിന്ന് വേറെ ചെടിയൊന്നും ഇറക്കിയിട്ടല്ല ചെയ്യണത്. എൻ്റെ